ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഹരി. ഇന്നെൻ്റെ ഒരു ഓഫ് ഡേ ആണ്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഡൺ സ്റ്റോർ ഉണ്ട്, ബിഷപ്പ് ടൗണിലാണ്. ഇവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് ഫിഷൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഞാനും ചിപ്പിയും കുഞ്ഞൂസും കൂടെയാണ് ഇന്ന് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ബിഷപ്പ് ടൗൺ വരെയുള്ള കാറിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് കാഴ്ചകളാണ്. അയർലൻഡിലെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞൂസേ, പോവാം, ഷോപ്പിങ്ങിന് പോവാം. ഒരു ഹായ് പറ കുഞ്ഞൂസേ, എല്ലാവരോടും ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ കുഞ്ഞൂസിനെ നമ്മൾ കാർ സീറ്റിൽ ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇവിടെ കാർ സീറ്റിൽ ഇരുത്തി കൊണ്ടുപോയില്ലെങ്കിൽ വലിയ സീനാണ്. പോലീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസ് കട്ട് ചെയ്യും. ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഇന്ന് മഴയൊന്നുമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു. ഇന്ന് ഒരു സണ്ണി ഡേ ആണ്. കുഞ്ഞൂസിനെ ഇരുത്തിയോ? കുഞ്ഞൂസിനെ നമ്മൾ കാർ സീറ്റിലൊക്കെ ഇരുത്തി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടത് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. ബാ കുഞ്ഞൂസേ, കുഞ്ഞൂസേ, നമുക്ക് പോവാ, സാധനം മേടിക്കാൻ പോവാ. പോവാടി, സാധനം മേടിക്കാൻ പോവാ, ഡെൻസിൽ പോവാ. ഇന്ന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു വെയിലുള്ള ദിവസങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറ്. ഇത് നമ്മുടെ വീടിൻ്റെ പാർക്കിംഗ് ആണ്. 4 വീട്ടിലേക്കുള്ള പാർക്കിംഗ് ഇവിടെയാണ്. ഞാൻ താമസിക്കുന്നത് ഹോളി വില്ല എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ 48 വീടുകളാണ് ഉള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ട്രാഫിക് സിഗ്നലാണ്. നമ്മളിന്ന് പോകുന്ന ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നേരെ കാണുന്നത് നമ്മുടെ അൽദി സൂപ്പർ മാർക്കറ്റും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സൂപ്പർ വാലിയാണ്. മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. വളരെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പ്രത്യേകിച്ച് വെയിലുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണാൻ പറ്റുള്ളൂ. വിൻ്റർ കഴിയുമ്പോഴേക്കും പിന്നെ ഫുള്ള് പച്ചപ്പാണ് ഇവിടെ. ഈ മരങ്ങളിലൊക്കെ ഫുള്ള് ഇലകളൊക്കെ ആയിട്ട് നല്ല രസമാണ് കുറച്ചും കൂടി. രണ്ടാമത്തെ ട്രാഫിക് സിഗ്നലിലെത്തി. അന്ന് സ്നോഫാൾ ഉണ്ടായ ദിവസം ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഞാൻ കാഴ്ചകളെ കാണാൻ പോയത്. ഈ സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഫ്രാങ്ക്ഫീൽഡ്. അടുത്ത സിഗ്നലെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് കോർക്ക് എയർപോർട്ട് റോഡ്. പിന്നെ നേരെ പോകുന്നത് കിൻസൽ റൗണ്ട് അബൌട്ടിലേക്കാണ്. അവിടെ നിന്നാണ് സിറ്റിയിലേക്കും ബാക്കി ഹൈവേയിലേക്കുള്ള റോഡ് നമ്മൾ കയറുന്നത്. ഇതാണ് കിൻസേൽ റൗണ്ട് അബൌട്ടിൻ്റെ ട്രാഫിക് സിഗ്നൽ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് കിൻസേൽ റൗണ്ട് അബൌട്ട്. നമ്മളിന്ന് പോകുന്നത് ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് മോട്ടോർ വേയിലേക്കാണ്. N40 എന്ന് പറയുന്ന മോട്ടോർ വേ ആണ്. 100 കിലോമീറ്റർ സ്പീഡാണ് മോട്ടോർ വേയിലൂടെ. ഇവിടുത്തെ എല്ലാ റോഡുകളിലും തന്നെ സൈൻ ബോർഡും കിലോമീറ്ററിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. ഇവിടെ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ്. വളരെ ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അയർലൻഡ്. എല്ലാവരും തന്നെ വളരെ ഡിസിപ്ലിനോട് കൂടി കറക്റ്റ് റൂൾസൊക്കെ ഫോളോ ചെയ്താണ് ഇവിടെ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെ ആവശ്യമില്ലാതെ അങ്ങനെ ഹോണടിയോ ഓവർടേക്കിങ്ങോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കറക്റ്റ് റൂൾസ് ഫോളോ ചെയ്താണ് പോകുന്നത്. ഇവിടെ ആരെങ്കിലും പുറകിൽ നിന്ന് ഹോൺ അടിച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ നമ്മളെ തെറി വിളിക്കുന്നതായിരിക്കും. അതായത് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് നമ്മളെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഹോൺ അടിക്കും. പിന്നെ സിഗ്നലിൽ നിൽക്കുമ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ ലേറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് അലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൺ അടിക്കും.
ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകുന്നതാണ് വിൽട്ടൺ കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. ഇങ്ങോട്ടേക്കാണ്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സ്ഥലം അവിടെയാണ്. N40 മോട്ടോർ വേയിലെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ N71 കയറി. അത് ബിഷപ്പ് ടൗണിലേക്കുള്ള റോഡാണ്, എക്സിറ്റ് റോഡാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ N40 റോഡ് ട്രേലി, വെസ്റ്റ് ബോണ്ട് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഓൾറെഡി സൈൻ ബോർഡെല്ലാം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ബിഷപ്പ് ടൗൺ റോഡിലേക്ക് കയറി. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കയറുന്നതാണ് ബിഷപ്പ് ടൗണിലെ ഡൺ സ്റ്റോർ. കോർക്കിലെ തന്നെ ഏറ്റവും വലിയ ഡൺ സ്റ്റോറാണ് ബിഷപ്പ് ടൗണിലെ ഈ ഡൺ സ്റ്റോർ. ഡൺ സ്റ്റോർ എല്ലാ സിറ്റിയിലും തന്നെ ഉണ്ട്. നമ്മുടെ കോർക്ക് സിറ്റിയിൽ തന്നെ 2-3 ഡൺ സ്റ്റോർ ഉണ്ട്. പിന്നെ വീടിൻ്റെ തൊട്ടടുത്ത് ഡഗ്ലസിൽ ഓൾറെഡി ഒരു ഡൺ സ്റ്റോർ ഉണ്ട്. പിന്നെ ഈ ബിഷപ്പ് ടൗണിലാണ് ഏറ്റവും വലിയ ഡൺ സ്റ്റോർ. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഫിഷ് മേടിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരാറ്. അത്യാവശ്യം നല്ല വലിയ കാർ പാർക്കിംഗ് ഉള്ള ഒരു ഡൺ സ്റ്റോറാണ്. ഇവിടെ ഡഗ്ലസിലെ ടെസ്കോയിൽ മാത്രമാണ് മഴ നനയാണ്ട് നമുക്ക് കാർ പാർക്ക് ചെയ്ത് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും തന്നെ ഇതുപോലെ ഔട്ട്സൈഡാണ് പാർക്കിങ്. ഈ ഡൺസിൽ നമുക്ക് 2 എൻട്രൻസ് ഉണ്ട്. ഇത് വേറൊരു എൻട്രൻസ് ആണ് ഈ സൈഡ്. പിന്നെ അടുത്ത എൻട്രൻസ് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം. ഇവിടുത്തെ പാർക്കിംഗ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത്. ഇത് ഡൺസിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെയാണ് ഗുഡ്സൊക്കെ ഡെലിവറി ചെയ്യുന്നത്. ഡെലിവറി എൻട്രൻസ് ആണിത്. ഇതാണ് ഡൺസിൻ്റെ മറ്റൊരു എൻട്രൻസ്. ഇവിടെയാണ് കുട്ടികളായിട്ട് വരുന്നവർക്ക് പാർക്കിംഗ് ഈ സൈഡിലാണ്. കാൽനട യാത്രക്കാരൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും എപ്പോഴും ഇവിടെ. അപ്പോൾ നമ്മളത് വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ ഡ്രൈവ് ചെയ്യാൻ. ഇവിടെ പെഡസ്ട്രിയൻ ക്രോസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അവർ ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഇവിടുത്തെ റൂൾസ്. ഇതാണ് ഡൺസിൻ്റെ മറ്റൊരു എൻട്രൻസ്. കുട്ടികളായിട്ട് വരുന്നവർക്കുള്ള പാർക്കിംഗ് ഇവിടെയാണ്. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇവിടെയാണ് പാർക്കിംഗ്. അങ്ങനെ നമ്മൾ ഡൺ സ്റ്റോറിലെത്തി. വീടിന് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. എനിക്കറിയുന്ന ഒരുപാട് മലയാളി ചേട്ടന്മാർ വർക്ക് ചെയ്യുന്ന ഒരു ഡൺ സ്റ്റോറാണ് ഈ ബിഷപ്പ് ടൗണിലെ ഡൺ സ്റ്റോർ. ഇവിടെ എത്തിയപ്പോഴേക്കും കുഞ്ഞൂസ് നല്ല ഉറക്കമായി. കുഞ്ഞൂസിനെ നമ്മൾ സ്റ്റോളറിൽ കയറ്റി ഇരുത്തിയിട്ട് പോകുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീടിൻ്റെ അവിടെ നിന്ന് ബിഷപ്പ് ടൗൺ ഡൺസ് വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഡൺസിനുള്ളിലെ കാഴ്ചകളും ഷോപ്പിങ്ങിൻ്റെ വീഡിയോസും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.